ടോപ് 10 സ്പെഷ്യൽ വാർത്തയിലേക്കാണ്. മതിയായ പുലിമുട്ടുകളില്ലാതെ കടലിന്റെ കലിതുള്ളിയുള്ള വരവും പേടിച്ച് ഭീതിയോടെ ജീവിതം തള്ളി നീക്കുകയാണ് അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ തീരദേശ ജനത. പുലിമുട്ടുകളിടാൻ അധികാരികൾ തയ്യാറാകാതെ വന്നതോടെ കഴിഞ്ഞ 7 വർഷങ്ങൾക്കിടയിൽ ഇവിടെ നശിച്ചത് 80ഓളം വീടുകളാണ്. കടൽക്ഷോഭത്തിൽ ഓരോ വർഷവും 10ഓളം വീടുകൾ നശിക്കുമ്പോഴും വിഷയത്തിന് പരിഹാരം കാണേണ്ട അധികാരികൾ നിസ്സംഗത തുടരുകയാണ്. ഈ കടലിരമ്പം ഇമ്പത്തോടെ കേട്ടിരുന്നവർ ഇന്ന് അലയടിച്ചുയരുന്ന തിരമാലകളുടെ ഇരമ്പിയാർക്കലുകളെ ഭീതിയോടെയാണ് കേൾക്കുന്നത്. ഇരവും പകലുമില്ലാതെ ഭീതിയുടെ മുൾമുനയിൽ ജീവിതം തള്ളി നീക്കാൻ വിധിക്കപ്പെട്ട അമ്പലപ്പുഴ അയോധ്യ നഗറിലെ തീരദേശ നിവാസികളുടെ ജീവിതം ദുരിതപൂർണമായി മാറിയിട്ട് നാളുകളേറെ പിന്നിടുന്നു. കഴിഞ്ഞ 7 വർഷങ്ങൾക്കിടയിൽ ഇവിടെ കടലെടുത്തത് 80ഓളം വീടുകൾ. ഈ 4 വർഷത്തിനുള്ളിൽ തന്നെ ഏകദേശം ഒരു 10-30 വീടെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാരും മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഇപ്പോൾ വീട് നഷ്ടപ്പെട്ട് 2 വർഷമായിട്ട് വാടകയ്ക്ക് കഴിയുന്ന ആൾക്കാരുമുണ്ട് ഇവിടെ. കാലവർഷവും ന്യൂനമർദ്ദവും എത്തുമ്പോൾ ഓരോ വർഷവും മണ്ണിനടിയിലാകുന്നത് 10ഓളം വീടുകൾ. കടൽ തീരത്ത് ശക്തമായ തിരമാലകളെ പ്രതിരോധിക്കാൻ മതിയായ പുലിമുട്ടുകളില്ല എന്നതാണ് കാരണം. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ 13, 14, 15 വാർഡിലെ ജനങ്ങളുടെ അവസ്ഥയാണിത്. സ്വപ്നങ്ങൾ നെയ്ത് കെട്ടിപ്പൊക്കിയ വീടുകൾ ക്ഷണനേരത്തിൽ കടലെടുത്ത് ഇല്ലാതാക്കുന്നു. ശേഷിക്കുന്നത് തകർന്ന വീടുകളുടെ കുറെ അവശേഷിപ്പുകൾ മാത്രം. എനിക്കൊരു വീട് അനുവദിച്ചിട്ട് വീട് തരത്തില്ലെന്നാ പറയുന്നത്. കടൽ കയറി വരുന്നതുകൊണ്ട് വീട് തരാൻ പറ്റത്തില്ലെന്നാ പറയുന്നത്. ഞങ്ങൾ ഇവിടുന്ന് പോയാൽ 10 ലക്ഷം രൂപ തരും. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ഇതിൽ നിന്ന് കിട്ടിയൊന്നൊരു പെരവെപ്പ് ഞങ്ങൾക്ക് നടക്കത്തില്ല. പുലിമുട്ടുകളിടാതെ ഓരോ വർഷം കഴിയുമ്പോഴും കടൽ കരയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. തീരദേശം മുതൽ റോഡ് വരെ ആകെയുള്ളത് 90 വീടുകൾ. ഈ വീടുകളിൽ ഭീതിയോടെയാണ് ഓരോ ദിനവും ഇവർ തള്ളി നീക്കുന്നത്. നിരന്തരമായി സമരം ചെയ്തതിന്റെ ഭാഗമായി പുലിമുട്ട് ഒരു ഭാഗത്ത് ഇറക്കിയിട്ടുണ്ടെങ്കിലും കലിതുള്ളിയെത്തുന്ന തിരമാലകളെ പ്രതിരോധിക്കാൻ ഇനിയും വേണം ലോഡ് കണക്കിന് പുലിമുട്ടുകൾ. ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള ഭയത്തിൽ ജീവിതം തള്ളി നീക്കാതെ സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ കഴിയണം. അതുമാത്രമാണ് അധികാരികളോടുള്ള ഈ ജനതയുടെ അഭ്യർത്ഥന. കലിതുള്ളി ആർത്തിരമ്പിയെത്തുന്ന ഈ തിരമാലകളിൽ തട്ടിത്തകരുന്നത് ഇവരുടെ ജീവിത സ്വപ്നങ്ങളാണ്. കടൽ തീരത്തെ ഓളപ്പരപ്പിൽ നിന്നും ക്യാമറമാൻ വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ. വർഷങ്ങളായി തുടരുന്ന ദുരിത ജീവിതത്തെക്കുറിച്ച് ഇവിടുത്തെ പ്രദേശവാസികൾക്ക് പറയാനുള്ളത് ഇന്നും തുടരുന്ന വലിയ പ്രതിഷേധങ്ങളുടെ കഥകളാണ്. അവരുടെ പ്രതികരണങ്ങൾ കൂടി കാണാം. ഈ 15-ാം വാർഡിൻ്റെ തീരപ്രദേശത്ത് 2 പുലിമുട്ടാണ് അനുവദിച്ചിട്ടുള്ളത്. നിലവിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോ പ്രാവശ്യം തടസ്സപ്പെടുമ്പോഴും പലതരത്തിലുള്ള സമരപരിപാടികളുമായിട്ട് ബഹുജനങ്ങളെ കൂട്ടിക്കൊണ്ട് ഒരു പാർട്ടിയുടെയും കൊടി പിടിച്ചിട്ടല്ല, ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ, അമ്മമാരെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പലതരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികളും സമരപരിപാടികളും കളക്ട്രേറ്റ് മാർച്ച് അടക്കം സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ സമരപരിപാടികൾ നടക്കുന്ന 1-2 ദിവസത്തേക്ക് മാത്രം ഇവിടെ പുലിമുട്ടിൻ്റെ നിർമ്മാണം നടക്കുന്നതായി വരുത്തി തീർക്കുകയും തൊട്ടടുത്ത ദിവസങ്ങളിൽ പുലിമുട്ട് നിർമ്മാണം തടസ്സപ്പെടുത്തുകയുമാണ് ഇവിടുത്തെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 30ഓളം വീടുകളാണ് കഴിഞ്ഞ 1-2 വർഷക്കാലമായിട്ട് ഈ തീരദേശ മേഖലയിൽ നിന്ന് ഞങ്ങൾക്ക് നഷ്ടമായിട്ടുള്ളത്. മന്ത്രിമാരാരും ഇതിനെപ്പറ്റിയൊന്നും തിരിഞ്ഞു നോക്കുന്നത് പോലുമില്ല. അതെന്തുകൊണ്ട് നോക്കുന്നില്ലെന്ന് കഴിഞ്ഞ ഒരു 7 വർഷക്കാലമായിട്ടാണ് തീരദേശത്ത് ഇത്രയധികം വീടുകൾ ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും ന്യൂനമർദ്ദം വരുമ്പോഴും ഈ കടൽക്ഷോഭം വരുമ്പോഴും 5-6 വീടും വെച്ച് ഈ കടലിൻ്റെ തീരത്ത് നിന്ന് നഷ്ടപ്പെടാറുണ്ട്. മുഴുവൻ വീടും ഇപ്പോൾ പോകുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് ഇവിടുന്ന് വീട് മാറി അവർ കിഴക്കോട്ട് മാറുക എന്ന് പറയുന്നത് അവരുടെ നിത്യജീവിതത്തെ ബാധിക്കും. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഒന്നും തന്നെ നമുക്ക് അതിനുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല. എന്താണ് അടുത്ത പദ്ധതിയെന്നോ അടുത്ത തീരദേശ സംരക്ഷിക്കാനായിട്ടുള്ള എന്തുവാണ് അവർ ചെയ്യേണ്ടതെന്നൊന്നും പറയുന്ന പോലുമില്ല. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും അജയ് നാഥ് ചേരുന്നുണ്ട്. അജയ്, തിരമാലകളെ പ്രതിരോധിക്കാൻ മതിയായ സംരക്ഷണം ഒരുക്കാത്തതാണ് ഇവരുടെ ജീവന് തന്നെ ഭീഷണിയായി മാറുന്നു എന്നാണ് വാർത്തയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അധികാരികൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്താണ്? ഒപ്പം ഉടനെ ഇവരുടെ ഈ വിഷയങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ അജയ്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു പഞ്ചായത്തിലെ 3 വാർഡിലെ ജനങ്ങളെയാകെ തന്നെ ബാധിക്കുന്ന വിഷയമാണ് ഇത് എന്നുള്ളതാണ്. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ 13, 14, 15 വാർഡിലെ തീരദേശ മേഖലയിലെ ജനങ്ങളെയാണ് ഈ വിഷയം ബാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഇത് ഈ വർഷങ്ങൾ ഏതാണ്ട് 7 വർഷം പിന്നിടുന്നു. 70ഓളം വീടുകൾ ഈ കഴിഞ്ഞ കാലയളവിനുള്ളിൽ കടലെടുത്തിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. എന്തുകൊണ്ട് അധികൃതർ വേണ്ട ഇടപെടലുകൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ വലിയ പ്രതിഷേധങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടക്കുന്ന സാഹചര്യമുണ്ട്. തൊട്ടടുത്ത 15-ാം വാർഡിൽ തൊട്ടടുത്ത പ്രദേശം വരെ
പുലിമുട്ടുകൾ സ്ഥാപിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അതിനുശേഷം ബാക്കി പ്രദേശങ്ങളിലേക്ക് 13, 14, 15 വാർഡിൻ്റെ പ്രധാനപ്പെട്ട ഈ കടൽ കയറുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ പുലിമുട്ടുകൾ നിക്ഷേപിക്കുന്ന സാഹചര്യം, പുലിമുട്ടുകൾ ഇടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. അവിടെ ഈ സ്ഥലം സന്ദർശിച്ച് നമുക്ക് മനസ്സിലാവും, നിരവധി വീടുകളാണ് ഈ കാലയളവിനുള്ളിൽ തകർന്നു പോയിട്ടുള്ളത്, മണ്ണിനടിയിലായിട്ടുള്ളത്. കടൽ ഇനിയിപ്പം ന്യൂനമർദ്ദം ഉൾപ്പെടെ വരാനിരിക്കുന്ന സാഹചര്യം ഉള്ളതിനാൽ തന്നെ വലിയ ഒരു പ്രതിഷേധത്തിൽ കൂടിയാണ് ജനങ്ങളുള്ളത്. അവർക്ക് ഏറ്റവും അവകാശപ്പെട്ട ഒരു സാഹചര്യമാണ് ഈ പുലിമുട്ട എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ നിലവിൽ അനുവദിക്കാതിരിക്കുന്നത്. നിരവധി വീടുകൾ കടലെടുക്കുന്നു. ഓരോ ദിനവും വളരെ ഭീതിയോടുകൂടിയാണ് ഈ ജനങ്ങൾ തങ്ങളുടെ ജീവിതം തള്ളി നീക്കുന്നത്. ഉടനടി എത്രയും വേഗം ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് ഇവരുടെ ആകെ തന്നെ ആവശ്യവും. ശരി, അജയ് സൂചിപ്പിച്ചതുപോലെ അവർക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയണം, ഒപ്പം എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിക്കാൻ കഴിയണം. അതിനുള്ള ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് നമ്മളും ആഗ്രഹിക്കുകയാണ്.